ആധുനിക നഴ്സിംഗിന് അടിത്തറ പാകിയ ഫ്ലോറൻസ് നൈറ്റിംഗൽ അഥവാ വിളക്കേന്തിയ വനിത. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ 1820 മെയ് 12 വില്യം എഡ്വേർഡിൻ്റെയും ഫ്രാൻസിസ് സ്മിത്തിൻ്റെയും മകളായി ജനിച്ചു. ജനിച്ച സ്ഥലമായ ഫ്ലോറൻസ് ഇന്ന് തന്നെയാണ് മാതാപിതാക്കൾ മകൾക്ക് പേര് നൽകിയത്. അന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം ഇല്ല എങ്കിലും ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ ഭാഷകളിൽ ഫ്ലോറൻസ് പ്രാവീണ്യം നേടി. ഒരു ധനിക കുടുംബത്തിലായിരുന്നു ഫ്ലോറൻസിന്റെ ജനനം. എങ്കിലും ചെറുപ്രായം മുതൽ തൻ്റെ വീടിനടുത്തുള്ള പാവപ്പെട്ടവരെ ശുശ്രൂഷിച്ച നൈറ്റിംഗൽ തൻ്റെ 16-ാം വയസ്സിൽ നഴ്സിംഗ് ആണ് തൻ്റെ താല്പര്യമെന്ന് മനസ്സിലാക്കി. അന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഏറ്റവും കീഴ്ത്തട്ടിലുള്ളവർ ചെയ്യുന്ന ഒരു തൊഴിലായിരുന്നു നഴ്സിംഗിനെ എല്ലാവരും കണ്ടിരുന്നത്. അതിനാൽ തന്നെ ഫ്ലോറൻസിനെ നഴ്സിംഗിലേക്ക് വിടാൻ വേണ്ടി മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും 1854 ജർമ്മനിയിലെ ഒരു ലൂതറൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പഠിക്കുവാൻ വേണ്ടി ഫ്ലോറൻസ് ചേർന്നു. തുടർന്ന് 1853 ലണ്ടനിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെയറിംഗ് സിക്ക് ജെന്റിൽ വുമൻ എന്ന സ്ഥാപനത്തിൽ സൂപ്രണ്ടായി ജോലി ചെയ്യാൻ ആരംഭിച്ചു. ബ്രിട്ടനിൽ കോളറ പരക്കുകയും രോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും 1853 ക്രീമിയൻ യുദ്ധകാലത്തിലെ ഫ്ലോറൻസിന്റെ പ്രവർത്തനങ്ങളുമാണ് അവരെ പ്രശസ്തയാക്കിയത്. ക്രീമിയൻ യുദ്ധത്തിൽ കുറേയേറെ പട്ടാളക്കാർക്ക് പരിക്കേറ്റു. അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ആർമി ഹോസ്പിറ്റലിലായിരുന്നു അവരെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ആശുപത്രിയിലെ ശുചിത്വമില്ലായ്മയും മുറിവേറ്റ സൈനികർക്കുള്ള കാര്യമായ പരിചരണം ലഭിക്കാത്തതുമൂലം നിരവധി പട്ടാളക്കാർ മരണപ്പെട്ടു. അങ്ങനെ യുദ്ധത്തിൽ മുറിവേറ്റ പട്ടാളക്കാരുടെ ദയനീയാവസ്ഥ അറിഞ്ഞ നൈറ്റിംഗൽ തന്നോടൊപ്പമുള്ള 38 നഴ്സുമാർക്കൊപ്പം അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി മുഴുവനായി വൃത്തിയാക്കി രോഗികൾക്ക് നല്ല ഭക്ഷണം, വെള്ളം, വസ്ത്രം നൽകി. അതിനാൽ തന്നെ അവിടുത്തെ മരണനിരക്ക് കുറയുകയും ചെയ്തു. രാവിലെ സമയങ്ങളിൽ രോഗികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും രാത്രിയിൽ ഓരോ രോഗിയുടെ അടുത്ത് ചെന്ന് അവരുടെ ആരോഗ്യസ്ഥിതി ഉറപ്പുവരുത്തി. പട്ടാളക്കാർക്ക് വീട്ടിലേക്ക് കത്തെഴുതാൻ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ റാന്തൽ വിളക്കുമായി വരുന്ന നൈറ്റിംഗലിനെ അവിടുത്തെ പട്ടാളക്കാർ ദ ലേഡി വിത്ത് ലാംപ് എന്ന് വിളിച്ചു തുടങ്ങി. ശേഷം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തിയ ഫ്ലോറൻസിന് രാജകീയ വരവേൽപ്പായിരുന്നു നൽകിയത്. ബ്രിട്ടനിലെ ഭരണകൂടം 2.5 ലക്ഷം രൂപയും അതുപോലെ പലയിടങ്ങളിൽ നിന്നും സംഭാവനകൾ ഫ്ലോറൻസിന് കിട്ടി. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നഴ്സുമാരുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കുകയായിരുന്നു ഫ്ലോറൻസ് ചെയ്തത്. ഇത് ഫ്ലോറൻസ് നൈറ്റിംഗൽ സ്കൂൾ ഓഫ് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നറിയപ്പെട്ടു. നഴ്സിംഗ് രംഗത്തെ ഫ്ലോറൻസിന്റെ പ്രവർത്തനങ്ങളെ ആദരിച്ച് റോയൽ റെഡ് ക്രോസ് പുരസ്കാരം തുടങ്ങി ബഹുമതികളും ഫ്ലോറൻസിന് ലഭിച്ചിട്ടുണ്ട്. തൻ്റെ 90-ാം വയസ്സിൽ 1810 ഓഗസ്റ്റ് 13 ഈ ലോകത്തോട് ഫ്ലോറൻസ് വിട വാങ്ങിയത്.